മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യൂസിങ് ഇൻറ്റഗ്രേഷൻ ഫൈൻഡ് ദി ഏരിയ ഓഫ് ദ ഫോളോയിങ്. അപ്പോൾ നമുക്കിവിടെ രണ്ട് ഇൻസ്ട്രക്ഷൻ തന്നിട്ടുണ്ട്. y² = 2x, ഇതാണ് നിങ്ങളുടെ ഫസ്റ്റത്തെ ഫംഗ്ഷൻ. y = x-4, ഇതാണ് നിങ്ങളുടെ സെക്കൻഡ് ഫംഗ്ഷൻ. ആദ്യം നിങ്ങൾ ഇതിനെ വരയ്ക്കണം. ഗ്രേറ്റർ ദാൻ ലെസർ ദാൻ അവിടെ നിൽക്കട്ടെ. ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് യു നീഡ് ടു ഡു, യു നീഡ് ടു സ്കെച്ച് ദീസ് സെക്ഷൻസ്. സോ ആദ്യം നമുക്ക് സ്കെച്ച് ചെയ്യാം. So let's sketch them. So I need to take a graph definitely. Okay. y = x-4 സ്കെച്ച് ചെയ്യുമ്പോൾ ഭയങ്കര എളുപ്പമായിരിക്കും. 2 പോയിന്റ് ഇട്ടെടുത്താൽ മതി. സോ ഫസ്റ്റ് ഐ വിൽ ബി പുട്ടിങ് x as 0. x 0 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ മൈ വൈസ് വാല്യൂ വിൽ ബി -4 ഡെഫിനറ്റ്ലി. ഞാൻ നെക്സ്റ്റ് ഐ വിൽ ബി പുട്ടിങ് y as 0, ദെൻ മൈ എക്സസ് വാല്യൂ വിൽ ബി 4 ഡെഫിനറ്റ്ലി. സോ ഫസ്റ്റത്തെ പോയിന്റ് എന്ന് പറയുന്നത് 0,-4 ആണ്. ദാറ്റ് വിൽ ബി സംവെയർ ഓവർ ഹിയർ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് 4,0 ആണ്. ദാറ്റ് വിൽ ബി സംവെയർ ഓവർ ഹിയർ. I hope that much is clear and doesn't create any confusion. So let's connect these points. This is your required straight line. അതിൽ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. But as I told you at the beginning of this video, you need to have a proper idea of parabola. So നിങ്ങൾ +1 കോണിക് സെക്ഷൻസിൽ പാരബോള പഠിക്കുന്ന സമയത്ത് you must have learned about the structure of this. Okay. y² = 4x എന്ന് പറയുന്ന ഷേപ്പുള്ള ഏതൊരു പാരബോളയും ഐദർ ഇറ്റ് വിൽ ബി ഫേസിങ് റൈറ്റ് വിത്ത് ഇറ്റ്സ് മൗത്ത് ഓപ്പൺ റൈറ്റ് വേർഡ്സ് ഓർ ഇറ്റ് വിൽ ബി ഫേസിങ് ലെഫ്റ്റ്. ബേസിക്കലി ഇറ്റ്സ് മൗത്ത് വിൽ ബി ഓപ്പൺ ലെഫ്റ്റ്. ഇങ്ങനെയാണ് y² = 4x പാരബോളയുടെ ഷേപ്പ് വരിക. അതിൽ റൈറ്റിൽ എപ്പോഴാണ് ഫേസ് ചെയ്യുക, വെൻ ദ a is greater than 0, ഓർ ലെഫ്റ്റിലോട്ട് എപ്പോഴാണ് ഫേസ് ചെയ്യുക, വെൻ ദ a വാല്യൂ അതൊരു കോൺസ്റ്റൻ്റ് ആണ്, ഇറ്റ് ഈസ് ലെസർ ദാൻ 0. സോ ഇത് ഞാൻ നിങ്ങൾക്ക് പ്രോപ്പർലി ഒരു ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ വെച്ചിട്ട് കാണിച്ചു തരാൻ പോവാണ്. ഓക്കെ ആണോ? സോ y² = 4x എന്ന് പറഞ്ഞിട്ടുള്ള നമ്മളിവിടെ ഫംഗ്ഷൻ അടിച്ചു കൊടുത്തിട്ടുണ്ട്. a is a constant and what I am going to do is I am going to change the value of a. ഞാൻ എൻ്റെ വാല്യൂ മാറ്റിക്കൊണ്ടിരിക്കുമ്പോൾ ഗ്രാഫിൻ്റെ ഷേപ്പ് ഇങ്ങനെ മാറുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകും. ഓക്കെ ആണോ? സോ ബേസിക്കലി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, എൻ്റെ വാല്യൂ കൂട്ടുന്നതനുസരിച്ചിട്ട് റൈറ്റിലോട്ട് വായ തുറക്കുന്നതിൻ്റെ വലിപ്പമുണ്ടല്ലോ, ആ വായ തുറക്കുന്നത് ഇറ്റ്സ് ഇൻക്രീസിങ്. നൗ നമ്മൾ കുറയ്ക്കുന്നതനുസരിച്ചിട്ടോ വായ തുറക്കുന്ന വാല്യൂ കുറഞ്ഞു. നോട്ടീസ് വാട്ട് ഹാപ്പൻസ് വെൻ ഇറ്റ് ഡിക്രീസസ് ബിലോ 0, വെൻ ഇറ്റ് ഗോസ് ബിലോ 0. ഓക്കെ ആണോ? കുറഞ്ഞ് നമ്മൾ 0 എത്താറായി. നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, 0 എത്തുന്നതനുസരിച്ചിട്ട് ആ വായ തുറക്കുന്നില്ല, ആ മൗത്ത് ഓപ്പണിംഗ് കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഫൈനലി വെൻ യു റീച്ച് 0 ദർ ഇസ് നത്തിങ്, ഇറ്റ്സ് ജസ്റ്റ് എ ലൈൻ. ആൻഡ് ദെൻ ബിയോണ്ട് ദറ്റ് വാട്ട് ഹാപ്പൻസ്, ഇറ്റ് ഓപ്പൺസ് ഇൻ ദി ഓപ്പോസിറ്റ് ഡയറക്ഷൻ. സോ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, വെൻ y² = 4ax എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾവേസ് എ പാരബോള ദാറ്റ് ഈസ് ഐദർ ഫേസിങ് ഇൻ ദ റൈറ്റ് ഡയറക്ഷൻ ഓർ ഇറ്റ് വിൽ ബി ഇൻ ദ ലെഫ്റ്റ് ഡയറക്ഷൻ. ലെഫ്റ്റ് ആണോ റൈറ്റ് ആണോ എന്ന് തീരുമാനിക്കുന്നത് a ആണ്. a എന്ന് പറയുന്ന കോൺസ്റ്റൻറ്റ് പോസിറ്റീവ് ആണെങ്കിൽ റൈറ്റിലോട്ട് പോയിന്റ് ചെയ്യും, റൈറ്റിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. a എന്ന് പറയുന്ന ഒരു കോൺസ്റ്റൻറ്റ് നെഗറ്റീവ് ആണെങ്കിൽ ലെഫ്റ്റിലോട്ടായിരിക്കും ഓപ്പൺ ചെയ്യുക. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ. സോ ഇവിടെ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് y² = 2x എന്നാണ്. എനിക്ക് 2നെ ആക്ച്വലി എന്തെന്ന് എഴുതാം, 4 × 0.5 എന്ന് എഴുതാം. അപ്പോൾ ദിസ് 0.5 വിൽ ബി യുവർ a. ബട്ട് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, a എന്ന് പറയുന്നത് എന്താ, ഇവിടെ ഇറ്റ് ഈസ് എ പോസിറ്റീവ് വാല്യൂ. സോ ഇറ്റ് ഈസ് ഗ്രേറ്റർ ദാൻ 0. അങ്ങനെയാണെങ്കിൽ അങ്ങോട്ടേക്ക് വായ തുറക്കുക, ഇറ്റ് വിൽ ബി ഓപ്പണിംഗ് ടുവേർഡ്സ് ദ റൈറ്റ്. യെസ്. സോ യുവർ പാരബോള വിൽ ബി സംതിങ് ലൈക്ക് ദിസ്. ഐ ഹോപ്പ് യു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ദിസ് ഈസ് എ പാരബോള. ഓക്കെ. സോ നമുക്ക് ബേസിക്കലി നമ്മുടെ രണ്ട് വാല്യൂസും അങ്ങ് കിട്ടിയിട്ടുണ്ട്. സോ ലെറ്റ് മീ ജസ്റ്റ് കോപ്പി ദം and we'll be continuing in the next slide. Okay, no. So this is your functions graph, that's just true. So this will be your y² = 2x. Okay, no. And this is your y = x-4 line, straight line. I hope that much is clear. Fine. But this is not what you need. നമുക്ക് എന്താ വേണ്ടേ? The question states that you need y² lesser than or equal to 2x and y greater than or equal to, so or is it lesser than, y greater than or equal to x-4. So what I want you to do right now is we are going to figure out how to do this. അപ്പോൾ ആദ്യം ഞാൻ ഈ സ്ട്രേറ്റ് ലൈനെ നോക്കാൻ പോവാം. ഞാൻ ഈ സ്ട്രേറ്റ് ലൈനെ നോക്കുന്ന സമയത്ത് ഐ വോണ്ട് യു ടു ഫോർഗെറ്റ് ദ പാരബോള. പാരബോള അവിടെ ഉണ്ടെന്ന് മറന്നു, അവിടെ പാരബോള ഇപ്പോൾ ഇല്ല. ഓക്കെ ആണോ? ഇപ്പോൾ പാരബോള ഇല്ലെങ്കിൽ ഇപ്പോൾ ഈ ഗ്രാഫിൽ എന്ത് മാത്രമേ ഉള്ളൂ, സ്ട്രേറ്റ് ലൈൻ മാത്രമേ ഉള്ളൂ. ഈ സ്ട്രേറ്റ് ലൈൻ ആക്ച്വലി എന്താ ചെയ്യുക വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഗ്രാഫിനെ രണ്ട് പാർട്സിലോട്ട് ബ്രേക്ക് ചെയ്യും. ദിസ് വിൽ ബി യുവർ പാർട്ട് 1, ദിസ് വിൽ ബി യുവർ പാർട്ട് 2. ഓക്കെ ആണോ? അപ്പോൾ എങ്ങനെയാണ് വരികയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് 2ൽ y greater than equal to x-4 ആണെങ്കിൽ പാർട്ട് 1ൽ നേരെ തിരിച്ച് സ്വഭാവമായിരിക്കും. പാർട്ട് 1ൽ y greater than ആണെങ്കിൽ
പാർട്ട് 2-ൽ നേരെ തലതിരിച്ച സ്വഭാവമായിരിക്കും. ഇങ്ങനെയാണ് പരിപാടി വർക്ക് ചെയ്യുക. സോ ആക്ച്വലി ഞാൻ എന്ത് ചെയ്താൽ മതി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പാർട്ട് 2-ൻ്റെ സ്വഭാവം മാത്രം മനസ്സിലാക്കിയാൽ മതി. അങ്ങനെയാണെങ്കിൽ എനിക്ക് പാർട്ട് 1-ൻ്റെ സ്വഭാവം കിട്ടും ചെയ്യും. ഓക്കെ ആണോ? സോ ഇതൊക്കെ നമ്മൾ എന്തിനാ ചെയ്യണം? ബേസിക്കലി ഏതോ റീജിയനിൽ നമ്മുടെ സ്ട്രേറ്റ് ലൈൻ എന്താ ചെയ്യണം? നമ്മുടെ ഗ്രാഫിനെ 2 ഭാഗമായിട്ട് സ്പ്ലിറ്റ് ചെയ്യാണ്. അതിൽ ഏതൊരു റീജിയനിൽ നമ്മുടെ ക്വസ്റ്റ്യൻ പറയുന്ന ഭാഗം കിടക്കുന്നത്. സോ ഐ നീഡ് ടു ഫിഗർ ഔട്ട് അത് ഏത് റീജിയനാണെന്ന് എനിക്ക് കണ്ടുപിടിക്കണം. അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ കളി മൊത്തം കളിക്കണത്. ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ, അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഈ പാർട്ടാണെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ഈ പാർട്ടിൽ നിന്ന് ഒരു പോയിന്റ് 5,0 എടുക്കാം. കാരണം 4,0 ആണെങ്കിൽ അതിൻ്റെ അപ്പുറത്ത് 5,0 ഈ സെക്കൻഡ് പാർട്ടിലത്തെ ആയിരിക്കുമല്ലോ. ഓക്കെ ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുക? ഞാൻ ഇട്ട് നോക്കുകയാണ്. സോ 5,0 ഞാൻ ഇതിലേക്ക് ഇടുമ്പോൾ y ഇവിടെ നമ്മുടെ കയ്യിൽ x-4 ഉണ്ട്. 0 എന്ന് പറയുമ്പോൾ y-ൻ്റെ വാല്യൂ 0, x-4 എന്ന് പറയുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് എന്ത് കിട്ടുക? ഞങ്ങളുടെ കയ്യിൽ 1 എന്ന് കിട്ടും. സോ y ഈസ് ഇവിടെ എന്താ വരുന്നത്? ലെസ്സർ ദാൻ ആണ് നമ്മുടെ x-4. സോ നമുക്ക് മനസ്സിലായി ഈ പാർട്ട് 2 അല്ല നമുക്ക് വേണ്ട പാർട്ട് ആക്ച്വലി ഏതാ? പാർട്ട് 1 ആണ്. സോ നമ്മുടെ സ്ട്രെയിറ്റ് ലൈൻ പറയുന്നതനുസരിച്ച് ദിസ് ഈസ് യുവർ റിക്വയർഡ് പാർട്ട്. ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. യെസ്. ഇനി ഇതേ രീതിയിൽ നമ്മൾ എന്ത് ചെയ്യാൻ പോകും? നമ്മുടെ പാരബോളനെ അനലൈസ് ചെയ്യാൻ പോകും. സോ ഇനി നമ്മൾ പാരബോളയുടെ കാര്യം പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് സ്ട്രെയിറ്റ് ലൈൻ വരരുത്. ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് സ്ട്രെയിറ്റ് ലൈൻ. ഓക്കെ, നമ്മൾ പാരബോളയുടെ കാര്യം പറയുന്ന സമയത്ത് ജസ്റ്റ് ഫോർഗെറ്റ് അബൌട്ട് ദ സ്ട്രെയിറ്റ് ലൈൻ. ഇപ്പോൾ നിങ്ങൾക്ക് എന്ത് മാത്രമേ ഉള്ളൂ? നമുക്ക് പാരബോള മാത്രമേ ഉള്ളൂ. ആ പാരബോള ആക്ച്വലി എന്താ ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വീണ്ടും നമ്മുടെ ഗ്രാഫിനെ 2 പാർട്സിലോട്ട് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. പാർട്ട് 1 ഈസ് ഇൻസൈഡ് ദ പാരബോള, പാർട്ട് 2 ഈസ് ഔട്ട്സൈഡ് ദ പാരബോള. പാരബോളയുടെ പുറം ഭാഗമാണ് പാർട്ട് 2. പാർട്ട് 1 എന്ന് പറയുന്നത് ഉൾഭാഗം. സോ ഉൾഭാഗം ഒരു സ്വഭാവമാണെങ്കിൽ ഗ്രേറ്റർ ദാൻ, ലെറ്റ് സപ്പോസ് ഇറ്റ്സ് ഗ്രേറ്റർ ദാൻ, അങ്ങനെയാണെങ്കിൽ പുറം ഭാഗം ലെസർ ദാൻ ആയിരിക്കും. നേരെ തലയിരിച്ച് പുറം ഭാഗം ഗ്രേറ്റർ ദാൻ ആണെങ്കിൽ ഉൾഭാഗം നേരെ തലയിരിച്ച സ്വഭാവമായിരിക്കും, ലെസർ ദാൻ ആയിരിക്കും. സോ ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. സോ വീണ്ടും എന്ത് ചെയ്താൽ മതി? വി ജസ്റ്റ് ഹാവ് ടു പുട്ട് സം വാല്യൂസ് ആൻഡ് ഫിഗർ ഇറ്റ് ഔട്ട്. ശരി, അപ്പോൾ ഞാൻ ഉൾഭാഗത്തൊരു വാല്യൂ കണ്ടുപിടിക്കാം. ഉൾഭാഗത്തിൻ്റെ വാല്യൂ ഇടാം. 5,0 ഇട്ടു, കുഴപ്പമില്ല, ഉൾഭാഗത്ത് വാല്യൂ അല്ലേ? പാരബോള ഇങ്ങനെ പോകുമ്പോൾ ഉൾഭാഗത്തൊരു വാല്യൂ അല്ലേ 5,0. സോ ഞാൻ ഇട്ട് നോക്കാണ്. സോ ഇവിടെ നമ്മുടെ കയ്യിൽ y² ഉണ്ട്, ഇവിടെ നമ്മുടെ കയ്യിൽ 2x ഉണ്ട്. y² എന്ന് പറയുമ്പോൾ എന്താ വരിക? 0ൻ്റെ സ്ക്വയർ അല്ലേ? 2x എന്ന് പറയുമ്പോൾ 2 × 5 എന്ന് പറയുമ്പോൾ നമ്മുടെ കയ്യിൽ 10 എന്ന് കിട്ടും. യെസ്, y² ഈസ് ഇൻഡീഡ് ലെസർ ദാൻ 2x. അതായത് നമുക്ക് എന്താണ്? നമ്മുടെ ഉൾഭാഗമാണ് നമ്മുടെ റിക്വയർഡ്. അതായത് ഉൾഭാഗം എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താ? ലെറ്റ് മീ ടേക്ക് എ ലെസ് കോൺസ്പീക്വസ് കളർ. ഈ ഭാഗം കണ്ടോ? ദിസ് ഈസ് യുവർ റിക്വയർഡ് ഏരിയ. ഏത്? പാരബോള പറയുന്ന ഭാഗം. ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. ഫുള്ള് പാരബോള പോകുന്നിടത്തോളം ഈ സാധനം മൊത്തം, ഈ പിങ്ക് മൊത്തം ഷെയ്ഡ് ചെയ്ത് വെച്ചു. ശരി, പക്ഷേ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. വാട്ട്? ഇൻ യുവർ ക്വസ്റ്റ്യൻ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് y² ഈസ് ലെസ്സർ ദാൻ 25. y² ഈസ് ലെസ്സർ ദാൻ 25 ആൻഡ് y ഈസ് ഗ്രേറ്റർ ദാൻ. അതായത് ഈ രണ്ടിന് നീട്ടം കുറച്ച് കൂടി പോയി. 2 സെക്ഷനുകളെയും ബേസിക്കലി എന്ത് ചെയ്യണം? ഇത് ഫുൾഫിൽ ചെയ്യണം. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, 2 ഭാഗത്തിനെയും ഫുൾഫിൽ ചെയ്യുന്ന ഭാഗം എന്ന് പറയുന്നത് ഈ 2 പേരുടെയും ഷെയ്ഡിങ് ഓവർലാപ്പ് ചെയ്യുന്ന ഭാഗമാണ്. അതായത് ദിസ് പാർട്ട്, ഇത് ഒഴിവാക്കിക്കോ. ഓക്കെ, ആ പാരബോളയുടെ ഉള്ളിലത്തെ ഈ ഭാഗമാണ് നമുക്ക് വേണ്ട ഭാഗം. ഓക്കെ ആണോ? സോ വാട്ട് യു ആർ സപ്പോസ് ടു ഡു ഇസ് യു നീഡ് ടു ഫൈൻഡ് ദാറ്റ് ഏരിയ. കുറച്ചുകൂടി ക്ലിയർ ആക്കി പറയാനാണെങ്കിൽ ഈ ബ്ലൂ ഡോട്ടുള്ള ഭാഗം കണ്ടോ? ഈ ബ്ലൂ ഡോട്ടുള്ള ഏരിയയുടെ ഈ ഭാഗത്തിൻ്റെ ഏരിയയാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. എനിക്കാണ് ഞാൻ പറഞ്ഞത് ഗ്രാഫിംഗ് കാൽക്കുലേറ്റർ വെച്ച് ചെയ്തിരിക്കുന്നതാണ്. സോ ഇറ്റ് വിൽ ബി ലിറ്റിൽ ബിറ്റ് മോർ പ്രിസൈസ്, അത്രേ ഉള്ളൂ. സോ ഈ ബ്ലൂ ഡോട്ടുള്ള ഏരിയൻ്റെ ഭാഗമാണ് നിങ്ങൾക്ക് എന്ത് ചെയ്യേണ്ടത്? കണ്ടുപിടിക്കേണ്ടത്. സോ വി നീഡ് ടു ഫിഗർ ഇറ്റ് ഔട്ട്. ഓക്കെ ആണോ? സോ ഹൗ വിൽ വി ഡു ദിസ്? തിങ്ക് അബൌട്ട് ഇറ്റ്. ഹൗ വിൽ വി ഡു ദിസ്? എങ്ങനെ നമ്മളിത് ചെയ്യും? സോ ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ 2, അതായത് ഈ ലൈനും പാരബോളയുടെയും ഈ മീറ്റിംഗ് പോയിന്റ്സ് ഉണ്ടല്ലോ, ലെറ്റ്സ് ട്രൈ ടു ഫിഗർ ദം ഔട്ട് ഫസ്റ്റ് ആൻഡ് ലെറ്റ്സ് സീ. അത് വെച്ചിട്ട് എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റിയാലോ? യെസ്, യു അഗ്രി? ഇതുണ്ട. ഓക്കെ, നമുക്ക് ജസ്റ്റ് ഒന്ന് മീറ്റിംഗ് പോയിന്റ്സ് ഫിഗർ ഔട്ട് ചെയ്യാം ആദ്യം. അത് കഴിഞ്ഞിട്ട് ലെറ്റ്സ് സീ ഇഫ് വി ക്യാൻ ഡു സംതിങ്. സോ മീറ്റിംഗ് പോയിന്റ്സ് ഫിഗർ ഔട്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ എന്താ ചെയ്യേണ്ടത്? ജസ്റ്റ് ഇത് പറയുന്നത് y² ഈസ് ഈക്വൽ ടു 2x എന്നാണ്. ഓക്കെ, സോ ലെറ്റ്സ് ട്രൈ ഫിഗറിങ് ഇറ്റ് ഔട്ട്. സോ നമ്മുടെ കയ്യിൽ ഈ ഇൻ്റർസെപ്ഷൻ പോയിന്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള 2 ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ y² ഈസ് ഈക്വൽ ടു 2x അതുപോലെ തന്നെ y ഈസ് ഈക്വൽ ടു x-4 എവിടെ മീറ്റ് ചെയ്യും എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമുക്ക് മീറ്റ് ചെയ്യാനായിട്ട് എങ്ങനെ കണ്ടുപിടിക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ഈ വൈനെ ജസ്റ്റ് ഒന്ന് പിടിച്ച് സ്ക്വയർ ചെയ്യും. സോ നമ്മുടെ കയ്യിൽ x²
പ്ലസ് 16 മൈനസ് 8x എന്ന് വരും. ഓക്കെ ആണോ? മീറ്റ് ചെയ്യുന്ന പോയിന്റുകളുടെ പ്രത്യേകത എന്താ? ഈ മീറ്റ് ചെയ്യുന്ന പോയിന്റുകളുടെ വൈ സ്ക്വയറിൻ്റെ വാല്യൂ സെയിം ആയിരിക്കണമല്ലോ. മീറ്റ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ 2 പോയിന്റും, അതായത് ഞാൻ പാരബോളെ കൂടെ ഈ പോയിന്റിലേക്ക് എത്തിയാലും ഞാൻ സ്ട്രേറ്റ് ലൈനിൽ കൂടെ പോയിന്റിലേക്ക് എത്തിയാലും എത്തുന്നത് ഒരേ പോയിന്റിലേക്കല്ലേ. അപ്പോൾ അവരുടെ വൈ സ്ക്വയറിൻ്റെ വാല്യൂ ഈക്വൽ ആയിരിക്കണ്ടേ. സോ ഈ വൈ സ്ക്വയറും ഈ വൈ സ്ക്വയറും ഈക്വൽ ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 16 മൈനസ് 8x ഉണ്ടല്ലോ, ഇത് a മൈനസ് ബി ഹോൾ സ്ക്വയർ ആട്ടോ. ഓക്കെ, ഷുഡ് ബി ഈക്വൽ ടു ജസ്റ്റ് യുവർ നോർമൽ 2x. അങ്ങനെയാണെങ്കിൽ എക്സ് സ്ക്വയർ പ്ലസ് 16 മൈനസ് 10x ഷുഡ് ബി ഈക്വൽ ടു 0, അല്ലെങ്കിൽ എക്സ് സ്ക്വയർ മൈനസ് 10x പ്ലസ് 16 ഈക്വൽ ടു 0. ഇനി ഇതിന് നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ ഇതിനെ സോൾവ് ചെയ്യാനായിട്ട് ഭയങ്കര എളുപ്പമാണ്. യു ക്യാൻ യൂസ് മിഡിൽ ടേം സ്പ്ലിറ്റിംഗ്, മൈനസ് 8x മൈനസ് 2x. ഓക്കെ ആണോ? പ്ലസ് 16 ഈക്വൽ ടു 0. സോ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 8. ലെറ്റ്സ് ടേക്ക് മൈനസ് 2 കോമൺ, ദെൻ സ്റ്റിൽ എക്സ് മൈനസ് 8. സോ യു വിൽ ഗെറ്റ് എക്സ് ഇസ് ഈക്വൽ ടു 8 ഓർ 2. ഈ 2 പോയിന്റുകളാണ് മീറ്റ് ചെയ്യുക. അതായത് ഇത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട്, ഫസ്റ്റത്തെ പോയിന്റ് ആയിരിക്കണം എന്ത്? നിങ്ങളുടെ എക്സ് ഇസ് ഈക്വൽ ടു 2. സോ ദിസ് പോയിന്റ് ഇല്ലേ, ഈ പോയിന്റ്, ദിസ് ഷുഡ് ബി യുവർ എക്സ് ഈക്വൽ ടു 2 പോയിന്റ്. ആൻഡ് ഈ സെക്കൻഡ് പോയിന്റ് ഉണ്ടല്ലോ, ദിസ് ഷുഡ് ബി യുവർ എക്സ് ഈക്വൽ ടു 8 പോയിന്റ്. ആ പോയിന്റുകൾ വേണമെങ്കിൽ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. പോയിന്റ് കണ്ടുപിടിക്കാനായിട്ട് ദീസ് 2 പോയിന്റ്സ് ലൈ ഓൺ ദ സ്ട്രേറ്റ് ലൈൻ. രണ്ടും ഈ സ്ട്രേറ്റ് ലൈനുമേ കിടക്കുന്ന പോയിന്റുകളാണ്. സോ എന്ത് ചെയ്താൽ മതി? നിങ്ങൾ ഈ എക്സ് മൈനസ് 4 എക്സിൻ്റെ സ്ഥാനത്ത് 8 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ 8 മൈനസ് 4 എന്ന് കിട്ടും. എത്രയാണ്? 4 എന്ന് തന്നെ വരും. സോ ദിസ് പോയിന്റ് വിൽ ബി 8,4. അതുപോലെ ദിസ് ഇസ് ഓൾസോ ഈസി. ഇതെങ്ങനെ കണ്ടുപിടിക്കുക? ദിസ് വിൽ ബി, ഇതിലേക്ക് നിങ്ങൾ 2 എന്ന് ഇട്ടിട്ടുണ്ടെങ്കിൽ 2 മൈനസ് 4 ഇസ് ഈക്വൽ ടു എത്ര കിട്ടും? മൈനസ് 2 എന്ന് കിട്ടും. സോ ദിസ് ഇസ് 2, മൈനസ് 2. ഐ ഹോപ്പ് ദാറ്റ് മച്ച് ഇസ് ക്ലിയർ. അപ്പോൾ നമുക്ക് നമ്മുടെ 2 പോയിന്റുകൾ കിട്ടി. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ആക്ച്വലി നമുക്ക് ഏരിയ കണ്ടുപിടിക്കണം. ഐ ആം ടെല്ലിങ് യു അഗൈൻ, ഇതിനെ നിങ്ങൾ എക്സ് ആക്സിസിൻ്റെ റെസ്പെക്റ്റിൽ കണ്ടുപിടിക്കാൻ ശ്രമിച്ചാൽ ഇറ്റ് വിൽ ബി വെരി വെരി ഡിഫിക്കൽട്ട് ഫോർ യു ടു അണ്ടർസ്റ്റാൻഡ്. സോ എന്ത് ചെയ്യുക? തിങ്ക് അബൌട്ട് ദിസ് ക്വസ്റ്റ്യൻ ഫ്രം ദ പെർസ്പെക്റ്റീവ് ഓഫ് വൈ ആക്സിസ്. എന്ന് പറഞ്ഞാൽ യു നീഡ് ടു ടിൽറ്റ്. അതായത് നേരത്തെ നമ്മൾ ഈ ഗ്രാഫിനെ പിടിച്ച് ഇങ്ങനെ ആക്കിയില്ലേ, ആ പരിപാടി ഇവിടെ നിങ്ങൾ ചെയ്യണം. അപ്പോൾ നിങ്ങളിവിടെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടുക? ലെറ്റ്സ് സീ. ഓക്കെ, സോ ജസ്റ്റ് മിനിറ്റ്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? നമ്മളിങ്ങനെ ലൈൻ വരയ്ക്കുക. ഇവിടെ നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? ഇവിടെ നിന്ന് നിങ്ങളിങ്ങനെ ലൈൻ വരയ്ക്കുക. ഓക്കെ ആണോ? സോ ദിസ് ഇസ് ആക്ച്വലി വൈൻ്റെ എന്തുവാ? വൈൻ്റെ ഇത് 4 ആണിത്. ഇതുപോലെ ഇതും എന്തുവാ? ഇത് -2 ആണ്. സോ ദിസ് ഈസ് സം ഇൻ്റഗ്രൽ ഓഫ് സം ഫംഗ്ഷൻ എഫ് ഓഫ് വൈ ഡി വൈ. ആ സം ഫംഗ്ഷൻ അവിടെ നിൽക്കട്ടെ. പക്ഷേ ലിമിറ്റ് നമുക്ക് കിട്ടി എവിടെ തൊട്ടാ? -2 തൊട്ടിട്ട് വൈയിൽ 4 വരെ നമ്മൾ പോയാൽ മതി. സോ യു ഹാവ് ദാറ്റ് ഡേറ്റ. വൺസ് യു ഹാവ് ദാറ്റ് ഡേറ്റ ഇറ്റ്സ് വെരി ഈസി. നമ്മൾ എന്ത് ചെയ്താൽ മതി? ഇനി ഫിഗർ ഔട്ട് ചെയ്താൽ മതി ഫംഗ്ഷന്. അത് ക്ലിയർ ആണോ? അതിൽ ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഇല്ല. സോ ബേസിക്കലി നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇനി ഇതിനെ വൈ ആക്സിസിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ബി വെരി ഈസി ഫോർ യു ടു ഡു ഇറ്റ്. ഹൗ? സോ let's copy this again. Let's copy this again here. Okay, I hope this much is clear. Yes, the y axis ലാണ് നമുക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് വെരി മച്ച് ഈസിയർ ടു ഹാൻഡിൽ. എന്തുകൊണ്ടാണ്? ബിക്കോസ് ഈ ഒരു രീതിയിൽ എക്സ് ആക്സിസിലായിരുന്നു നിങ്ങൾക്ക് ചെയ്യാൻ അറിയാമായിരിക്കുമല്ലോ. അതേ പരിപാടി അങ്ങ് വൈ ആക്സിസിൽ ചെയ്താൽ മതി. ഹൗ? ഇത്ര ഭാഗം ഉണ്ടല്ലോ, ഇത് മൊത്തം ഈ ലൈനിൻ്റെ അടിയിൽ വരുന്ന ഈ മുഴുവൻ റീജിയൻ, ഞാൻ വേണമെങ്കിൽ കളർ മാറ്റാം. ഏത് കളർ എടുക്കും ഇപ്പോൾ ഇവിടെ? ഓക്കെ, നമുക്ക് ഓറഞ്ച് എടുക്കാം. ഈ റീജിയൻ മുഴുവൻ ആക്ച്വലി എന്താ? ഈ റീജിയൻ മുഴുവൻ നമ്മൾ -2 തൊട്ട് -4 വരെ എന്തിന് ഇൻ്റഗ്രേറ്റ് ചെയ്താൽ മതി? ഈ സ്ട്രെയിറ്റ് ലൈനിന് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കിട്ടുന്ന ഭാഗം. ശരിയല്ലേ? ഈ ചെറിയ ഭാഗം ഉണ്ടല്ലോ നമുക്ക് ഒഴിവാക്കേണ്ട ഭാഗം. ഞാൻ വീണ്ടും കളർ മാറ്റട്ടെ കേട്ടോ. ഓക്കെ, നമുക്ക് ഈ ഒഴിവാക്കേണ്ട ഭാഗം ഉണ്ടല്ലോ, ഏത് കളർ എടുക്കാം? ഇതെടുക്കാം. ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാരബോളേനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടുന്ന ഭാഗം. ശരിയല്ലേ? സോ ഞാൻ ആക്ച്വലി എന്ത് ചെയ്താൽ മതി? ഞാൻ ലൈനിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക. ഓക്കെ ആണോ? അത് കഴിഞ്ഞിട്ട് അതിൻ്റെ ഉള്ളിൽ നിന്ന് പാരബോളിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന ആൻസറിന് എന്ത് ചെയ്താൽ മതി? സബ്ട്രാക്ട് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് ഷെയ്ഡഡ് ഏരിയയുടെ ഭാഗം കിട്ടില്ലേ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ എന്ത് ചെയ്യാൻ പോണേ മെത്തേഡ്, മോഡസ് ഓപ്പറൻഡി ആവാൻ പോകുന്നത്. അതായത് നമ്മൾ ഇതാണ് ചെയ്യാൻ പോകുന്നത്. ബേസിക്കലി എന്ത് ചെയ്യാൻ പോകുന്നത്? ലൈനിനെ -2 തൊട്ടിട്ട് 4 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോവുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവുക? പാരബോളിനെ -2 തൊട്ടിട്ട് 4 വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 2 ഏരിയസിനെ കുറയ്ക്കാൻ പോവുക. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. ഓക്കെ, so let me just copy that
എൻ്റയർ സെക്ഷൻ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് എപ്പോഴും ജസ്റ്റ് എക്സിലേക്ക് മാത്രം നിങ്ങൾ ക്വസ്റ്റ്യൻ ആലോചിച്ച് നടക്കൂല. ഓക്കെ, യു നീഡ് ടു തിങ്ക് അബൌട്ട് ക്വസ്റ്റ്യൻസ് ഇൻ വൈ ഓൾസോ. എക്സിൽ സോൾവ് ചെയ്യാൻ പറ്റാവുന്ന അതേ ഒരു പ്രോബബിലിറ്റി വൈയിലും അതേ ഒരു ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനായിട്ട് ഉണ്ടാവാം. സോ യു നീഡ് ടു ബി വെരി ഷാർപ്പ്. ശ്രദ്ധിച്ചിരിക്കണം എങ്ങനെയായിരിക്കാം ഈ ക്വസ്റ്റ്യനെ സോൾവ് ചെയ്യാമെന്ന് അറിയാനായിട്ട്. ഓക്കെ ആണോ? സോ നമ്മൾ എന്ത് ചെയ്യാൻ പോകുന്നത്, ഫസ്റ്റ് വി ഹാവ് ടു ഇൻറ്റഗ്രേറ്റ് ഇറ്റ് വിത്ത് റെസ്പെക്ട് ടു ലൈൻ. അപ്പോൾ ലൈനിൻ്റെ ഇക്വേഷൻ എന്താ, x-4. നമുക്ക് ഇൻ്റഗ്രൽ ഓഫ് എഫ് വൈ ഡി വൈ ആണ് വേണ്ടത്. അതായത് നമുക്ക് വേണ്ട ഫംഗ്ഷനിൽ നമ്മുടെ വൈ എക്സ് ആയിരിക്കണം ഒറ്റപ്പെട്ടിരിക്കേണ്ടത്. ഓക്കെ ആണോ? സോ ഞാൻ എന്ത് ചെയ്യാൻ പോവുക, ഈ ലൈനിൻ്റെ ഇക്വേഷനെ ജസ്റ്റ് ഒന്ന് കൺവേർട്ട് ചെയ്യാൻ പോവുക. എക്സ് ഇസ് ഈക്വൽ ടു വൈ പ്ലസ് 4. അപ്പോൾ ലൈൻ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ വരിക, ഇൻ്റഗ്രൽ ഓഫ് -2 തൊട്ട് 4 വരെ y പ്ലസ് 4 dy. ഐ ഹോപ്പ് ദിസ് മച്ച് ഇസ് ക്ലിയർ. മൈനസ്, ഇനി നമ്മൾ എന്ത് ചെയ്യണം, പാരബോളനെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം. അപ്പോൾ ലിമിറ്റിൽ വല്ല ഡൗട്ട് ഉണ്ടോ? ലിമിറ്റിൽ ഒരു ഡൗട്ടില്ല. ലിമിറ്റ് എവിടെ തൊട്ട് എവിടെ വരിക, -2 തൊട്ടിട്ട് 4 വരെ. നമ്മൾ എന്തും ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പോകുന്നത്, വി ആർ ഇൻ്റഗ്രേറ്റിംഗ് വിത്ത് റെസ്പെക്ട് ടു വൈ. അപ്പോൾ y² ഒരു എക്സ്പ്രഷൻ ആയിരിക്കണം. ഇവിടെ എക്സ് മാത്രമായിരിക്കണം ഒരു സൈഡിൽ. സോ എക്സ് ഇസ് ഈക്വൽ ടു y² ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. സോ ദിസ് ഇസ് യുവർ റിക്വയർഡ് എക്സ്പ്രഷൻ, y² ഡിവൈഡഡ് ബൈ 2 dy. ഇനി ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ വല്ല ബുദ്ധിമുട്ടുണ്ടോ? ഐ ഹോപ്പ് ദർ ഇസൻറ്റ്. ഓക്കെ, സോ ദിസ് ഇസ് യുവർ റിക്വയർഡ് ആൻസർ. ഇതായിരിക്കും ഇതിൻ്റെ ആൻസറാണ് നിങ്ങളുടെ റിക്വയർഡ് ആയിട്ടുള്ള ആൻസർ. സോ ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ലൈനിൻ്റെ കഥ സോൾവ് ചെയ്യാം. ലൈനിൻ്റെ കഥ സോൾവ് ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. എന്താ വരിക, ഐ ഹോപ്പ് യു ആർ അവെയർ ഓഫ്, അല്ലെങ്കിൽ നമുക്ക് നോർമലായിട്ടുള്ള മെത്തേഡിൽ കൂടെ പോകാം. വൈനെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ y² ഡിവൈഡഡ് ബൈ 2 എന്ന് വരും. പിന്നെ അതുപോലെ തന്നെ 4നെ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ 4y എന്ന് വരും. യു ഹാവ് ടു പുട്ട് ദ ലിമിറ്റ് -2 to 4. അപ്പോൾ എന്താ വരിക, y² നിങ്ങൾ 4 ഇട്ടുണ്ടെങ്കിൽ 16 ഡിവൈഡഡ് ബൈ 2 8 എന്ന് വരും. പ്ലസ് 16 എന്ന് വരും. മൈനസ്, ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, -2 ഇടണം. അപ്പോൾ 4/2 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ കയ്യിൽ 2 വരും. പ്ലസ് 4 × -2 എന്ന് പറയുമ്പോൾ -8 എന്ന് വരും. ഓക്കെ ആണോ? സോ ദിസ് വിൽ ബി 24 മൈനസ്, ഇതൊക്കെ കാൽക്കുലേഷനാണ്, യു ക്യാൻ ഡു ഇറ്റ് ഓൺ യുവർ ഓൺ. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സ്പീഡിൽ തന്നെ ചെയ്ത് നോക്കാം. -6, സോ ദിസ് വിൽ ബി ബേസിക്കലി 30. കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ഐ അപ്പോളജൈസ്, ജസ്റ്റ് ചെക്ക് ഇറ്റ് ഔട്ട്. ഓക്കെ, ഒന്നൊന്ന് ശ്രദ്ധിച്ചോളൂ. സോ ഈ ഒരു ബ്രാക്കറ്റിൻ്റെ വാല്യൂ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എത്രയാണ്, 30 ആണ്. നൗ മൂവിങ് ഓൺ ടു ദിസ് വാല്യൂ, y² ഡിവൈഡഡ് ബൈ 2. അതിൽ 1/2 കോമൺ എടുക്കുക. y² ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുക, y³ ഡിവൈഡഡ് ബൈ 3 എന്നാണ് കിട്ടുക. ഓക്കെ ആണോ? നൗ യു പുട്ട് ദ വാല്യൂസ്, യു പുട്ട് ദ ലിമിറ്റ് -2 to 4. അപ്പോൾ 1/6 ഇൻറ്റു, ആദ്യം നിങ്ങൾ 4 എന്നിട്ടുണ്ടെങ്കിൽ 4³ 1664 വരും. -2 × ക്യൂബ് എന്ന് പറയുമ്പോൾ -8 വരും. സോ 64 മൈനസ് ഓഫ് -8 എന്ന് പറയുമ്പോൾ 64 + 8 ആണ് 72. 72 ഡിവൈഡഡ് ബൈ 6 എന്ന് പറയുമ്പോൾ നിങ്ങളുടെ 12 എന്ന് വരും. സോ യു ഹാവ് 30 - 12 വിച്ച് വിൽ ബി ഈക്വൽ ടു 18. ദിസ് ഈസ് യുവർ റിക്വയർഡ് ആൻസർ. സോ ഐ ഹോപ്പ് ഇറ്റ് ഇസ് ക്ലിയർ. ഓക്കെ ആണോ? ക്ലിയർ ആണോ? ഗുഡ്. മൂവിങ് ഓൺ ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സോ ഇതുപോലെ ശ്രദ്ധിച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. സോ ഇതുപോലെ മനസ്സിലാക്കേണ്ട കാര്യം, ജസ്റ്റ് ചാടിക്കറി ക്വസ്റ്റ്യൻ കാണുന്ന വശം എക്സിലേക്കാണെന്ന് വിചാരിക്കരുത്. ചിലപ്പോൾ അതേ സാധനം വൈയിൽ കുറച്ചുകൂടി ഭയങ്കര ഈസിലി ഡൂവബിൾ ആയിരിക്കും. സോ വൈയിൽ ആലോചിക്കുക ക്വസ്റ്റിനെ പറ്റി. ടേക്ക് യുവർ ടൈം ആൻഡ് തിങ്ക്. ആൻഡ് ഫോർ സം റീസൺ നമുക്ക് വന്നേക്കുന്ന 2 ക്വസ്റ്റ്യൻ സ്റ്റാർട്ടിങ്ങിൽ വൈയിൽ തന്നെ ഡൂവബിൾ ആണ്. സോ എപ്പോഴും എല്ലാ ക്വസ്റ്റിനും വൈയിൽ തന്നെയാണെന്ന് നിർബന്ധമില്ല. ദർ ഇസ് ആൻ ഈക്വൽ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് ക്യാൻ ബി സോൾവബിൾ ഇൻ വൈ ഓൾസോ. കാരണം ഇൻ്റഗ്രേഷൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേരിയബിളിനല്ല പ്രസക്തി, ഫംഗ്ഷനാണ് പ്രസക്തി. ഓക്കെ, എക്സിൻ്റെ സ്ഥാനത്ത് നീ എല്ലാ എക്സിനെയും പിടിച്ചും വൈന്ന് മാറ്റിയിട്ടുണ്ടെങ്കിലും ഇറ്റ് വിൽ സ്റ്റിൽ റിമെയിൻ ദ സെയിം ക്വസ്റ്റ്യൻ. സോ യു നീഡ് ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. ഓക്കെ, സോ ഇത് ഞാൻ ജസ്റ്റ് ഞാൻ പറഞ്ഞു കമ്പ്യൂട്ടർ വെച്ചിട്ട് ജസ്റ്റ് ഗ്രാഫുകൾ ജനറേറ്റ് ചെയ്താണ്. സോ ദാറ്റ് യു ക്യാൻ ബി അഷ്യോർഡ് നമ്മുടെ ഗ്രാഫുകൾ കറക്റ്റ് ആണെന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടിയിട്ടാണ്.